മലയാളത്തിലെ കന്നിച്ചിത്രത്തിലെ ഒരു രംഗത്തിൽ അഭിനയിക്കേണ്ടി വന്നത് പൂർണ്ണ നഗ്നയായി. കൂടെ അഭിനയിച്ചത് സൂപ്പർ താരം മോഹൻലാൽ. ചിത്രം തന്മാത്ര. തന്മാത്രയിലെ നായിക മീര വാസുദേവിൻ്റെ ഗതികേടിൻ്റെ പുരാണമാണ് പറയുന്നത്. തന്മാത്ര മലയാള സിനിമയിലെ ക്ലാസിക് ചിത്രമാണ്. മോഹൻലാൽ രമേശൻ എന്ന ആൽഷിമേഴ്സ് രോഗിയെ അവതരിപ്പിച്ച തന്മാത്ര നിറകണ്ണുകളോടെ തന്മാത്രയുടെ പല രംഗങ്ങളും കടന്നു പോകും. പക്ഷേ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു രംഗത്തിൽ പരിപൂർണ നഗ്നയായി മോഹൻലാലിന് മുമ്പിൽ അഭിനയിക്കേണ്ടി വന്നു മീരയ്ക്ക്. ആ സീന് പിന്നീട് തിയേറ്ററുകളിൽ നിന്ന് വെട്ടിമാറ്റി. ഫാമിലി ഓഡിയൻസ് വരില്ല എന്ന് ഭയന്ന്. പക്ഷെ അതിലൂടെ മീര വാസുദേവന് നഷ്ടപ്പെട്ടത് തൻ്റെ ഭർത്താവിന്. വിശാൽ അഗർവാൾ ആയിരുന്നു മീരയുടെ ഭർത്താവ്. തന്മാത്രയിൽ അഭിനയിച്ചത് വിശാൽ അഗർവാളിന് ഇഷ്ടപ്പെട്ടില്ല. അയാൾ മീരയുമായി തെറ്റി പിരിഞ്ഞുപോയി. ഒരു പുരുഷനിൽ ഒതുങ്ങാത്ത മീര അടുത്തത് ഒരു വിദേശിയെയാണ് പിടിച്ചത്. ജോൺ കൊക്കൻ എന്ന വിദേശിയെ. 2012 വിവാഹം. 2013 ആ വിവാഹമോചനത്തിൽ എത്തി. ഇപ്പോൾ വിപിൻ എന്ന യുവാവുമൊത്ത് ഒരുമിച്ച് താമസിക്കുന്നു മീര വാസുദേവ്. ഇത് മീര വാസുദേവിൻ്റെ വ്യക്തിപരമായ ചരിത്രം. മറ്റൊന്ന്, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നടി തന്നെയായിരുന്നു മീര വാസുദേവ്. കഥാപാത്രത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. അവർ ജനിച്ചത് മഹാരാഷ്ട്രയിലെ തമിഴ് കുടുംബത്തിൽ. തമിഴ് തെലുങ്ക് സിനിമകളിലാണ് ആദ്യമായി അഭിനയിച്ചത്. തെലുങ്കിൽ ഗോൽമാൽ എന്ന പടം വലിയ ഹിറ്റായി മാറി. പിന്നീട് അഞ്ജലി ഐ ലവ് യു എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. അതും ഹിറ്റായി. അതിനുശേഷമാണ് തന്മാത്രയിലേക്ക് വരുന്നത്. തന്മാത്രയിലെ ലേഖ രമേശൻ എന്ന കഥാപാത്രം അതിമനോഹരമായി അവർ അവതരിപ്പിച്ചു. ഒരു മധ്യവർത്തി കുടുംബത്തിൽ അൾഷിമേഴ്സ് വരുന്നതും അത് കാരണം അവർക്കുണ്ടാകുന്ന സാമ്പത്തിക തകർച്ചയും മാനസിക തകർച്ചയും ഒക്കെ മനോഹരമായി അവതരിപ്പിച്ചു മീര. പിന്നീട് ഒരുവൻ, ഏകാന്തം, വാത്മീകം, കാക്കി, പച്ചമരത്തണലിൽ, ഗുൽമോഹർ, ഓർക്കുക വല്ലപ്പോഴും, വൈരം, ഡീസന്റ് പാർട്ടീസ്, കൊച്ചി, 916 തുടങ്ങിയ ചിത്രങ്ങൾ. പക്ഷേ തന്മാത്രയെ പോലെ ബ്രേക്കാവുന്ന ഒരു കഥാപാത്രം അവർക്ക് പിന്നീട് ലഭിച്ചില്ല. അവർക്ക് ലഭിച്ചതെല്ലാം എന്താ പറയുക, കെട്ടിയാടേണ്ട കഥാപാത്രങ്ങളായിരുന്നു. അങ്ങനെയുള്ള കഥാപാത്രങ്ങളുണ്ട്. ചുമ്മാ വന്ന് കെട്ടിയാടി പോവുക, ഒരു ഇമ്പാക്റ്റും പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കില്ല. പക്ഷേ തന്മാത്ര അങ്ങനെയല്ല. തന്മാത്ര എന്ന ഒറ്റ ചിത്രം മതി മീര വാസുദേവിനെ ഓർമ്മിക്കാൻ. അത്രയ്ക്ക് ബോൾഡായിട്ടാണ് അവർ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. മോഹൻലാലുമൊത്തുള്ള മീരയുടെ കോമ്പിനേഷൻ രംഗങ്ങളൊക്കെ അതിമനോഹരമായി അവർ ചെയ്തു തന്മാത്രയ്ക്ക് ശേഷം അവരൊരു സൂപ്പർ നടിയായി മാറുമെന്ന് പല നിരൂപകരും എഴുതി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ചിലരുടെ തലവിധി ഇങ്ങനെയാണ്. ആദ്യ ചിത്രം തകർപ്പൻ വിജയമാകും, പിന്നീട് അങ്ങോട്ട് കാലിടറും. മീരയ്ക്കും അങ്ങനെയാണ് സംഭവിച്ചത്. മീരയുടെ ഭർത്താവ് വിശാൽ അഗർവാളിന് മീര സിനിമയിൽ അഭിനയിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. സിനിമയിൽ അഭിനയിക്കുന്നതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ പലപ്പോഴും ഏറ്റുമുട്ടുകയും ചെയ്തു. അങ്ങനെയൊക്കെയാണ് ആദ്യത്തെ വിവാഹമോചനത്തിലെത്തിയത്. 2005 വിശാൽ അഗർവാളിനെ മീര കല്യാണം കഴിച്ചത്. 2006 ഇരുവരും പിരിയുകയും ചെയ്തു. ഒരു വർഷത്തെ ബന്ധം. ആ ഒരു വർഷത്തെ ബന്ധം തനിക്ക് തീക്ഷ്ണമായ യാതനകളാണ് നൽകിയതെന്ന് മീര പിന്നീട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മീര ഇപ്പോൾ സീരിയലുകളിലും സജീവമാണ്. സീരിയലുകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട് അവർ. സിനിമയിൽ നല്ല വേഷം അവർക്ക് കിട്ടുന്നില്ല എന്ന് വേണം കരുതാൻ. നല്ല വേഷം കിട്ടിയാൽ അവർ ശക്തമായ കഥാപാത്രമായി തിരിച്ചു വരും, അത് ഉറപ്പാണ്. ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ അവർക്ക് ഇനിയും സാധിക്കും, അത് ഉറപ്പാണ്. അങ്ങനെയുള്ള സൗഭാഗ്യം മീരയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് സിനിമാ കേരള ആശംസിക്കുന്നു. സിനിമാ മംഗളത്തിൽ മീരയുടെ ഒരു അഭിമുഖം എടുക്കാനുള്ളൊരു ഭാഗ്യം കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതും കൂടെ പറയാം പ്രേക്ഷകരോട്. കൊച്ചിയിൽ വെച്ചായിരുന്നു അഭിമുഖം എടുത്തത്. അന്ന് മീര തന്മാത്രയിൽ അഭിനയിച്ചതിനെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു.
പക്ഷേ നഗ്നയായി അഭിനയിച്ചതിനെ പറ്റി ചോദിച്ചപ്പോൾ ഒരു കള്ളച്ചിരിയോടെ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി മീര. പിന്നീട് പറഞ്ഞു, തന്മാത്രയിൽ അഭിനയിച്ചത് എനിക്ക് ഒരുപാട് മൈലേജ് നൽകി, പക്ഷേ അത് വിശാൽ അഗർവാളുമായുള്ള എൻ്റെ കുടുംബ ജീവിതത്തെ തകർത്തു. മീര നിഷ്കളങ്കയാണ്. എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന പ്രകൃതം. ആരിൽ നിന്നും ഒന്നും അവർ മറച്ചു വയ്ക്കാറില്ല. സമൂഹത്തിന് മുമ്പിൽ സദാചാരത്തിൻ്റെ വാളവുങ്ങുന്നവർക്കിടയിൽ 3 വിവാഹം കഴിച്ച് അതിൽ 2 ഡിവോഴ്സായി 3ാമതൊരു വിവാഹം കൂടെ കഴിച്ച് മീര തലയുയർത്തി തന്നെ നിൽക്കുന്നു. മീരയുടെ ലോകം വേറെയാണ്. അവരിലെ കലാകാരിയെ പൂർണ്ണമായി കണ്ടെത്താൻ മലയാള സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അത് മലയാള സിനിമയുടെ പോരായ്മ തന്നെയാണെന്ന് പറയും സിനിമ കേരള.